നമസ്കാരം. എസ്.എസ്.സി മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിനെ കുറിച്ചാണ്. ഇവിടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അസാമില് റോഡ് ആക്സിഡന്റ് നടന്ന് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അസിസ്റ്റൻസിന് വേണ്ടി പ്രൈം മിനിസ്റ്ററുടെ നാഷണൽ റിലീഫ് ഫണ്ടിൽ നിന്ന് അദ്ദേഹം ഒരു തുക മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ഈ പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത് 1948 വന്നത്. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇത് കൊണ്ടുവന്നത്. ഈ ഫണ്ട് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് കൊണ്ട് അഫക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനാണ് സപ്പോർട്ട് കിട്ടുക. ഫ്ലഡ്, സൈക്ലോൺ, എർത്ത് ഇനി മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണെങ്കിൽ റൈറ്റ്സും അതുപോലെ തന്നെ ആക്സിഡന്റ്സിനുമാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത്. ഈ ഫണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ക്യാൻസർ ട്രീറ്റ്മെന്റ്, ആസിഡ് അറ്റാക്ക് ഇതിനൊക്കെ അത്യാവശ്യം നല്ല പേയ്മെന്റ് ആകും. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു എൻറ്റയർലി പബ്ലിക് കോൺട്രിബ്യൂഷൻ ആണ്. ഇതിനകത്തേക്ക് ബഡ്ജറ്ററി സപ്പോർട്ട് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആകാശ് മിസൈൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇന്ത്യൻ ആർമി ഒരു ഫയർ പവർ ആയിട്ടുള്ള ഒരു ആകാശ് സർഫസ് ടു എയർ വെപ്പൺ സിസ്റ്റം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതായത് അവിടെ ഒരു സിംഗിൾ ഫയറിംഗ് യൂണിറ്റ് ആണുള്ളത്. സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു 4 അൺമാൻഡ് ടാർഗറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന എക്സസൈസ് അസ്ത്രശക്തി 2023 ഇങ്ങനെ ഒരു ആകാശ് മിസൈൽ സിസ്റ്റത്തിനെ ഇന്ത്യൻ ആർമി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ആകാശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു മീഡിയം റേഞ്ച് ആയിട്ടുള്ള സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ആണ്. മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ ഉള്ള ടാർഗറ്റ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റും. അതായത് ബാറ്റിൽ ടാങ്ക്സ്, വീൽഡ് ട്രക്സിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി. ഇത് ഡെവലപ്പ് ചെയ്തത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO, അതുപോലെ പ്രൊഡ്യൂസ് ചെയ്തത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ. അടുത്തത് 10th സെഞ്ചുറി കദംബ ഇൻസ്ക്രിപ്ഷൻ റിട്ടൺ ഇൻ കന്നഡ ആൻഡ് സാൻസ്ക്രിറ്റ് ഫൗണ്ട് ഇൻ ഗോവ. ഗോവയില് കന്നഡയിലും സാൻസ്ക്രിറ്റിലും എഴുതിയ കടമ്പ ഇൻസ്ക്രിപ്ഷൻ, അതായത് 10th സെഞ്ചുറിയിൽ എഴുതിയതാണ്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കാനഡയിലും സാൻസ്ക്രിറ്റിലുമാണ് വരുന്നത്. 10th സെഞ്ചുറിയിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. കടമ്പ പീരീഡിൽ, AD കടമ്പ പീരീഡിലാണ് ഇത് എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത്. ഇത് മഹാദേവ ടെമ്പിൾ, സൗതേൺ ഗോവയിലുള്ള കക്കട എന്ന് പറയുന്ന സ്ഥലത്തെ മഹാദേവ ടെമ്പിളിൽ നിന്നാണ് ഡിസ്കവർ ചെയ്തത്. അടുത്ത നമ്മൾ പറയുന്നത് ദിനേശ് കെ ത്രിപാഠി ന്യൂ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിന്റെ വൈസ് ചീഫായിട്ട് പുതിയൊരാൾ വന്നിട്ടുണ്ട്, ദിനേശ് കെ ത്രിപാഠി. അപ്പൊ വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി എന്ന് പറയുന്നത് വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായിട്ട് വന്നു. അപ്പൊ വൈസ് അഡ്മിറൽ സഞ്ജയ് ജാസ്ജിത് സിംഗ് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ആയിട്ട് വരാൻ പോകുകയാണ്. അതിന് തൊട്ട് മുന്നാണ് ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് നേവിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പൊ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ആയിട്ടാണ് സഞ്ജയ് ജാസ്ജിത് സിംഗ് വരുന്നത് മുംബൈയിലെ INS ഷിക്രയിൽ. ഓക്കെ. അടുത്തത് ന്യൂസിൽ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ആർട്ട് എന്ന് പറയും, ആക്ട് 2021. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ആക്ട് 2021 എന്ന് പറയുന്നത് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിനെ ആർട്ട് ക്ലിനിക്സിൽ ട്രീറ്റ് ചെയ്യുക, അതായത് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി കൊടുക്കുന്ന ക്ലിനിക്സിൽ ട്രീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ ആക്ട് സറോഗേറ്റ് മദേഴ്സിന്റെ റൈറ്റും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് ന്യൂസിൽ വരാൻ കാരണം യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി എല്ലാ സ്റ്റേറ്റിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിനും ടോട്ടൽ നമ്പർ ഓഫ് സിംഗിൾ വുമൺ, അതായത് ഡൈവോഴ്സ്ഡ് ആയാലും വിഡോസ് ആയിട്ടും അങ്ങനെയുള്ള വുമൻസിന്റെ ടോട്ടൽ നമ്പറും അൺമാരിഡ് ആയിട്ടുള്ള വുമൻസിന്റെയും, അതായത് ഈ ടെക്നോളജി യൂസ് ചെയ്ത സിംഗിൾ വുമണിന്റെയും അൺമാരിഡ് വുമണിന്റെയും നമ്പേഴ്സ് കളക്ട് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ ന്യൂസിൽ വന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള ആദിത്യ L1. ആദിത്യ L1 എന്ന് പറയുന്നത് സോളാർ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെയാണ്. കൂട്ടത്തിലെ വേരിയസ് അതർ ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്തത് 2nd സെപ്റ്റംബർ 2023 അതായത് മാനുഫാക്ചേഴ്സ് ISRO എന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ വരുന്ന അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കൂടെ ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് സൈറ്റ് എന്ന് പറയുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. മിഷന്റെ ഡ്യൂറേഷൻ 5.2 years ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 123 days എന്ന് പറയുന്നത്.
ഇനി ആദ്യത്തെ L1 എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നതെന്ന് വെച്ചാൽ ഇത് ലഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് L1 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് സാറ്റർഡേ എത്തുകയാണ്. L1 എന്ന് പറയുന്നത് ഇറ്റ്സ് 1.5 മില്യൺ കിലോമീറ്റർ ഫ്രം എർത്തിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ എബോവ് അകലെയാണ് L1 എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് L1 ഫ്രം പ്ലാനറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1% ഓഫ് എർത്ത് ഡിസ്റ്റൻസ്. എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ 1%, അപ്രോക്സിമേറ്റ്ലി 1% ആണ് ഈ പ്ലാനറ്റിൽ നിന്ന് L1ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. L1 എന്ന് പറയുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു L1 എന്ന് പറയുന്ന പർട്ടിക്കുലർ ലൊക്കേഷനിൽ സണ്ണിന്റെയും എർത്തിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉള്ള രണ്ട് സെലസ്റ്റിയൽ ബോഡി, നമ്മളിവിടെ സണ്ണ് എർത്തുമാണ് എടുക്കുന്നത്, അവരുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഒരു ലൊക്കേഷൻ ആണ് L1 എന്ന് പറയുന്നത്. അപ്പൊ ഈ L1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. കാരണം ഇതിന്റെ രണ്ടിന്റെയും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതിനെ കൃത്യമായിട്ട് ആ ഒരു പൊസിഷനിൽ നിർത്തും. അത് ഇക്വിലിബ്രിയത്തിൽ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ L1 എന്ന് പറയുന്ന പൊസിഷൻ ഇത്രയും ഇമ്പോർട്ടന്റ് വരുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ന്യൂ ആന്റിബയോട്ടിക് കുഡ് ടാർഗറ്റ് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ. ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയത്തിനെ ടാർഗറ്റ് ചെയ്യാൻ പുതിയൊരു ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചു. റിസർച്ചേഴ്സ് ഒരു പുതിയ ക്ലാസ് ഓഫ് ആന്റിബയോട്ടിക്സ്, അതായത് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയമായിട്ടുള്ള അസിനിറ്റോബാക്ടർ ബുമാനി എന്ന് പറയുന്ന ബാക്ടീരിയത്തിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു പുതിയ ക്ലാസ് ആന്റിബയോട്ടിക്സിനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ന്യൂസിൽ വന്നത്. സോസുറാബാൽപിൻ ഒരു ആന്റിബയോട്ടിക് ആണ്. ഇത് CRAB എന്ന് പറയുന്ന കാർബപ്പനം റെസിസ്റ്റന്റ് അസിനറ്റോബാക്ടർ ബൊമാനി അതിനെതിരായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആന്റിബയോട്ടിക് ആയിട്ടുള്ള സോസുറാബാൽപിൻ. ഇത് ഈ പറയുന്ന ബാക്ടീരിയം ന്യൂമോണിയയും സെപ്സിസ് ഒക്കെ നമ്മൾ മൗസിലാണ് മോഡൽസ് ചെയ്യുക, മൗസിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുക. അപ്പൊ മൗസിൽ ന്യൂമോണിയം സെപ്സിസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ അതിനെതിരെ നമുക്ക് ഈ ആന്റിബയോട്ടിക് സോസർബാൽപിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഉപയോഗിക്കാം. അതൊരു പുതുതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആന്റിബയോട്ടിക് ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ റിസർച്ചേഴ്സ് എഞ്ചിനീയർ പ്ലാന്റ് സെൽസ് ടു പ്രൊഡ്യൂസ് ഡ്രഗ് ഫോർ ക്യാൻസർ. അപ്പോൾ പ്ലാന്റ് സെൽസിനെ എടുത്ത് അതിൽ നിന്ന് ക്യാൻസറിനെ റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസർച്ച് ക്യാരി ഔട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആൻഡ് നന്ദി റിസർച്ചേഴ്സ് പ്ലാന്റ് സെല്ലില് ആന്റി ക്യാൻസർ ഡ്രഗ് കാംറ്റോതെസിന്റെ പ്രൊഡക്ഷൻ മെറ്റബോളിക്കലി കൊണ്ടുവന്ന് ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അലോപാത്തിക് മെഡിസിൻ പ്രൊഡ്യൂസ്ഡ് യൂസിങ് നത്താപോഡൈറ്റ്സ് നിമോണിയാണ്. നത്താപോഡൈറ്റ്സ് നിമോണിയ എന്ന് പറയുന്ന ഒരു നേറ്റീവ് ആയിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിൽ നിന്നുള്ള ഒരു അലോപാത്തിക് മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്തെടുത്തു. ഇതെന്ന് പറയുന്നത് നിയർലി ഒരു 1000 ടൺസ് പ്ലാന്റ് മെറ്റീരിയൽ എടുത്താൽ മാത്രമേ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ ഒരു 1 ടൺ ഓഫ് CPT എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്തത് കാൻഡോ അല്ല തിയറ പരേഡ്. അപ്പൊ കാൻഡോ അല തിയറ പരേഡ് എന്ന് പറയുന്നത് കൊളംബിയയിലെ പാസ്റ്റോയിൽ നടക്കുന്ന ഒരു പരേഡാണ്. അതൊരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒന്നാണ്. അതുകൊണ്ടാണ് അത് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്. ഈ കാർണിവൽ എന്ന് പറയുന്നത് എല്ലാ ജനുവരിയിലും നടക്കും. കൊളംബിയയിലുള്ള എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുക്കും. കൂടാതെ ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റുകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. അതായത് ഇവരൊരു പരേഡ് നടത്താണ്. കളർഫുൾ ആയിട്ട് അവരവരുടെ മുഖമൊക്കെ പെയിന്റ് ചെയ്ത് പല ഡിസൈനിലും പല ഡ്രസ്സുകളൊക്കെ ധരിച്ച് അവരൊരു പരേഡ് പോലെ നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഫെസ്റ്റിവൽ ആണ്, യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തൊരു ഫെസ്റ്റിവൽ ആണ്, കൊളംബിയയിലാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നതാണ് സെന്റർ കീൻ ടു എക്സ്പാൻഡ് ECGC കവർ ടു ജ്വല്ലറി എക്സ്പോർട്ടേഴ്സ്. അപ്പൊ എന്താണ് ECGC കവർ എന്നുള്ളതും അറിയണം. ECGC എന്ന് പറയുന്നത് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ്. ഇവര് ബാങ്ക്സിന്, അതായത് എക്സ്പോർട്ടേഴ്സിന് ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ജേംസും ജ്വല്ലറീസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസും എക്സ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പവർ ബാങ്കിനും കൂടെ കൊടുക്കുന്നുണ്ട്. ECGC ലിമിറ്റഡ് എന്ന് പറയുന്നത് ഫോർമർലി അതിന്റെ പേര് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നായിരുന്നു. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. 1957 ഇത് സെറ്റപ്പ് ചെയ്തത്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺട്രിയിൽ നിന്നുള്ള എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ക്രെഡിറ്റ് റിസ്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക, റിലേറ്റഡ് സർവീസ് ഒക്കെ എക്സ്പോർട്ടിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റ്. അടുത്തത് ഇന്ത്യസ് ഹെവി ഡിജിറ്റൽ ഫുട് പ്രിന്റ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് ടു സൈബർ ക്രൂസ്. ഇന്ത്യയിൽ ഒരുപാട് ഡിജിറ്റൽ ഫുട് പ്രിന്റ്സുകൾ ഉണ്ട്. അതായത് ഡിജിറ്റൽ മേഖലയിൽ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്
സൈബർ ക്രൂക്സിനെ അട്രാക്ട് ചെയ്യാൻ കാരണമാകുന്നതാണ് ഉള്ളത് ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. എന്താണ് സൈബർ ക്രൂക്സ് എന്നുള്ളതാണ് ഇവിടെ അറിഞ്ഞു വെക്കേണ്ടത്. സൈബർ ക്രൂക്സ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു കമ്മിറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ബൈ മീൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓർ ദി ഇന്റർനെറ്റ്. അതായത് ഒരു സൈബർ ക്രിമിനൽ, ആ സൈബർ ക്രിമിനൽ എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് സൈബർ ക്രൂക്ക് എന്ന് പറയുന്നത്. ഇന്റർനെറ്റോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സൈബർ ക്രൂക്ക് എന്ന് പറയുന്നത്. അടുത്ത വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ലോകത്തുള്ള മറ്റ് ഗവൺമെന്റ്സിലും ലോ ആൻഡ് മിഡിൽ ഇൻകം ആയിട്ടുള്ള കൺട്രീസിലെ ഗവൺമെന്റ്സിന് ലോൺസും ഗ്രാൻഡ്സും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് ജൂലൈ 7, 1944 79 ഇയേഴ്സ് എഗോ. ഹെഡ് ക്വാർട്ടേഴ്സ് യുഎസിലാണ്. അതിന്റെ കീ പീപ്പിൾസ്, അതായത് പ്രസിഡന്റ് എന്ന് പറയുന്നത് അജയ് ബാംഗ്ലയാണ്. MD എക്സൽ വാൻ ട്രോട്സൻബർഗ് ആണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.